നമസ്കാരം. കൊച്ചി വടുതലയിൽ ഒരു കുടുംബത്തിലെ 5 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്ത പുറത്തു വന്നപ്പോൾ അയൽക്കാർ പോലും ഞെട്ടി. കാരണം മാധ്യമങ്ങളിലൂടെ വാർത്ത പുറത്തു വന്നപ്പോഴാണ് അവരും ഇക്കാര്യം അറിയുന്നത്. 3 കുട്ടികളെ വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം അമ്മയും മുത്തശ്ശിയും തൂങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. ഭർത്താവിനരികിലേക്ക് താനും മക്കളും യാത്രയാവുകയാണെന്ന് അശ്വതി എസ് നായർ കുറിച്ച ശേഷമാണ് ഈ കടുംകൈ ചെയ്തതെന്നാണ് വിവരം. മാർച്ച് 21 വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് നാടിന് നടുക്കിയ ഈ ദാരുണ സംഭവം പുറത്തറിയുന്നത്. ഇടതിങ്ങി വീടുകളുള്ളതാണ് വടുതല കർഷക റോഡ് ഗ്രീൻ ഗാർഡൻ റെസിഡൻസ് ഏരിയ. എന്നാൽ മരിച്ച അശ്വതിയും കുടുംബവും അയൽക്കാരോട് സംസാരിക്കുകയോ അടുപ്പം സൂക്ഷിക്കുകയോ ചെയ്തിരുന്നില്ല. കുട്ടികൾ പോലും കളിക്കാനായി പുറത്തേക്ക് ഇറങ്ങിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ വരുന്നത് പോകുന്നതുമൊന്നും ആരും ശ്രദ്ധിച്ചിരുന്നുമില്ല. അശ്വതിയും അമ്മയും തൂങ്ങി മരിച്ച നിലയിലായിരുന്നു. 3 കുട്ടികളെയും പുതുവസ്ത്രങ്ങൾ ധരിപ്പിച്ച് കട്ടിലിലും ബെഡ്ഷീറ്റിലുമായി കിടത്തിയ നിലയിലാണ് കണ്ടെത്തിയത്. ഇളയ കുട്ടികളെ ഫാൻസി സൺഗ്ലാസുകളും ധരിപ്പിച്ചിരുന്നു. വിദേശത്തുള്ള വീട്ടുടമസ്ഥരുടെ ഇരുനില വീടിന്റെ താഴത്തെ നിലയിൽ കഴിഞ്ഞ ഫെബ്രുവരി മുതലാണ് അശ്വതിയും കുടുംബവും താമസം ആരംഭിച്ചത്. വീട്ടുടമയുടെ ജ്യേഷ്ഠൻ വ്യാഴാഴ്ച അശ്വതിയും കുടുംബത്തെയും കണ്ടിരുന്നു. പിറ്റേന്ന് വീട് ഒഴിയുമെന്ന് അശ്വതി അപ്പോൾ പറഞ്ഞിരുന്നു. തൊട്ടടുത്തുള്ള വീട്ടിൽ പെയിന്റിംഗ് ജോലികൾ നടക്കുന്നതിനാൽ അവരുടെ കാർ അശ്വതി താമസിക്കുന്ന വീട്ടിലേക്ക് അപ്പോൾ മാറ്റിയിടുകയും ചെയ്തു. അശ്വതിയും കുടുംബവും പോകുമ്പോൾ ഈ വീട്ടുകാർ ഇവിടേക്ക് കുറച്ച് ദിവസം താമസിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഇതിനു മുന്നോടിയായി വീട് വൃത്തിയാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾക്കായിട്ടായിരുന്നു വീട്ടുടമയുടെ ജ്യേഷ്ഠന്റെ മകൻ കഴിഞ്ഞ ദിവസം സ്ഥലത്ത് വന്നത്. വീട്ടിലെത്തി അശ്വതിയെ വിളിച്ചെങ്കിലും മറുപടി ഉണ്ടായില്ല. ഉള്ളിൽ AC പ്രവർത്തിക്കുന്നതും ദുർഗന്ധം വമിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടതോടെ സ്ഥലം കൗൺസിലർ ആൽബർട്ട് അമ്പലത്തിങ്കലിനെയും വിവരം അറിയിച്ചു. കൗൺസിലർ എത്തി മറ്റൊരു താക്കോൽ ഉപയോഗിച്ച് വീട് തുറന്നു നോക്കുമ്പോഴാണ് ശ്രീകുമാരി, അശ്വതി എന്നിവരുടെ മൃതദേഹങ്ങൾ കണ്ടത്. ഉടൻ പോലീസിന് വിവരം അറിയിച്ചു. തുടർന്നുള്ള പരിശോധനയിലാണ് കുട്ടികളുടെ മൃതദേഹങ്ങളും കണ്ടെത്തുന്നത്. അശ്വതിയും അമ്മയും തൂങ്ങി മരിച്ച മുറിയിലെ ഫാനിൽ പകുതി മുറിച്ചു നീക്കിയ നിലയിൽ ഷാൾ കെട്ടിയിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇടതുവശത്തെ മുറിയിലായിരുന്നു കുട്ടികളുടെ മൃതദേഹങ്ങൾ. മറ്റൊരു മുറിയിൽ താഴെ ബെഡ്ഷീറ്റ് വിരിച്ച് ഷെർവാണി ധരിച്ച് കിടത്തിയ നിലയിലായിരുന്നു മൂത്ത കുട്ടിയുടെ മൃതദേഹം. വിദേശത്ത് പോയാലും ആരും താമസിക്കാതെ വീട് നശിച്ചു പോകരുത് എന്ന ചിന്തയിലാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് കണ്ടുമുട്ടിയ അശ്വതിക്കും കുടുംബത്തിനും പ്രവാസിയായ വീട്ടുടമസ്ഥൻ താമസത്തിനായി ഈ വീട് വാടകയ്ക്ക് നൽകിയത്. ഭൗതിക വെല്ലുവിളി നേരിടുന്ന മൂത്ത മകന്റെ ചികിത്സാർത്ഥം എന്നായിരുന്നു വീടെടുക്കുമ്പോൾ പറഞ്ഞിരുന്നത്. 2 മാസത്തേക്കായിരുന്നു വാടക കരാർ. ഇതിന്റെ പണവും ഇവർ നൽകിയിരുന്നു. ഇതനുസരിച്ച് മാർച്ച് 20 ഇവർ വീട് ഒഴിയേണ്ടിയിരുന്നത്. കരൾ രോഗബാധിതനായിരുന്ന അശ്വതിയുടെ ഭർത്താവ് കുറച്ചുനാൾ മുമ്പ് ആത്മഹത്യ ചെയ്തിരുന്നു. ഇതിന്റെ പേരിൽ കുടുംബത്തിനുള്ളിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നതായും കത്തിൽ പറയുന്നു. ഇതിനിടയിലാണ് കുട്ടിയുടെ ചികിത്സയ്ക്കായി ഇവർ എറണാകുളത്തേക്ക് താമസം മാറ്റുന്നത്. ഭർത്താവിന്റെ മരണം സൃഷ്ടിച്ച ശൂന്യതയും പിന്നാലെയുണ്ടായ കുടുംബ കലഹങ്ങളും ഇവരെ വല്ലാതെ തളർത്തിയിരുന്നു. കഴിഞ്ഞ ജൂലൈ 13 അശ്വതിയുടെ ഭർത്താവ് പൂവച്ചൽ വലിയവിള പൂജാ നിലയത്തിൽ അക്ഷത് ആത്മഹത്യ ചെയ്യുന്നത്. അതേസമയം ഹാളിൽ നിന്ന് ആത്മഹത്യക്കുറിപ്പും ജ്യൂസ് കുപ്പികളും ലഭിച്ചതായും പോലീസ് സ്ഥിരീകരിച്ചു. പോലീസും ഫോറൻസിക് സംഘവും നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ജ്യൂസിൽ വിഷാംശം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച രാത്രി മരണം സംഭവിച്ചെന്നാണ് നിഗമനം. അശ്വതിയുടെയും ശ്രീകുമാരിയുടെയും ഫോണുകൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അശ്വതിയുടെ ഭർത്താവ് ബിസിനസ്സുകാരനായിരുന്ന അക്ഷത് മദ്യപാനിയായിരുന്നുവെന്നും കരൾ രോഗം സ്ഥിരീകരിച്ചിട്ടും മദ്യപാനം തുടർന്നപ്പോൾ വഴക്ക് പതിവായിരുന്നുവെന്നും ആത്മഹത്യക്കുറിപ്പിലുണ്ട്. അങ്ങനെയാണ് അശ്വതി ഭർത്താവുമായി അകന്നത്. ഡിസംബറിൽ തന്നെ സ്വത്തുക്കൾ ചാരിറ്റബിൾ ട്രസ്റ്റിന് വിൽപത്രം എഴുതി വെച്ചതിനാൽ ജീവനെടുക്കാൻ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നതായും പോലീസ് സംശയിക്കുന്നുണ്ട്. സഹോദരന്മാരുമായും ഭർത്താവിന്റെ കുടുംബവുമായും അശ്വതിയും കുടുംബവും അകൽച്ചയിലായിരുന്നു. അക്ഷതിന്റെ ആത്മഹത്യക്ക് കാരണം കുടുംബ പ്രശ്നങ്ങളായിരുന്നുവെന്ന് അമ്മ ഉഷ ആരോപിക്കുന്നു. ഇരുവരും സ്വരച്ചേർച്ചയിലായിരുന്നില്ല. അക്ഷതിന് ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത വിധം കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഉഷ പറയുന്നു. അക്ഷതിന്റെ മരണശേഷം അശ്വതിയും ഉഷയും തമ്മിൽ സ്വത്തിന്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. മരണശേഷം അശ്വതിയും മക്കളും വീട് വിട്ടിറങ്ങിയെന്നും വീട്ടിലെ ഒരു മുറി ഒഴികെ മറ്റുള്ളവയെല്ലാം പൂട്ടിയിട്ടെന്നും അക്ഷതിന്റെ പേരിലുള്ള വാഹനങ്ങളുടെ താക്കോലുമായിട്ടാണ് അശ്വതി പോയതെന്നും കാട്ടി ഉഷ കാട്ടാക്കട പോലീസ് പരാതി നൽകിയിരുന്നു. അക്ഷതിന്റെ പേരിലുള്ള RD ഡെപ്പോസിറ്റുകൾ, സ്വർണം എന്നിവ അശ്വതി കൊണ്ടുപോയെന്നും ഉഷ ആരോപിക്കുന്നു. ഉഷയുടെ പേരിലുണ്ടായിരുന്ന വസ്തു വിവാഹ സമയത്ത് അക്ഷതിന്റെ പേരിലേക്കും പിന്നീട് അശ്വതിയുടെ പേരിലേക്കും മാറ്റിയിരുന്നു.